നമസ്കാരം. അനധികൃതമായി കുടിയേറി താമസിച്ച 10 ബംഗ്ലാദേശികളെ കൊട്ടാരക്കരയിൽ നിന്ന് പിടികൂടി. 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേരെയാണ് കൊട്ടാരക്കര ലോവർ കരികത്ത് നിന്ന് കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് നൽകിയ വിവരത്തെ തുടർന്നാണ് നടപടി. സാധുവായ രേഖകളില്ലാതെ ഇവർ ജോലി ചെയ്ത് താമസിച്ചു വരികയായിരുന്നു. ഇവരുടെ പക്കൽ ആധാർ കാർഡും മറ്റു രേഖകളും ഉണ്ടെങ്കിലും ഇതെല്ലാം തന്നെ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ചവറയിൽ അറസ്റ്റിലായ ബംഗ്ലാദേശ് സ്വദേശികളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊട്ടാരക്കരയിലുള്ളവരെക്കുറിച്ച് മിലിറ്ററി ഇന്റലിജൻസിനും ATSനും സൂചന ലഭിച്ചത്. 1 മാസം മുൻപാണ് ഇവർ കൊട്ടാരക്കരയിലെത്തിയത്. ഇവരിൽ പലരും വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെത്തിയവരാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തും മാറി മാറി താമസിക്കുകയായിരുന്നു ഇവർ. കരിക്കകത്തെ ഒരു ആക്രിക്കടയ്ക്ക് സമീപത്തു നിന്നാണ് ഇവരെ പിടികൂടുന്നത്. ആക്രിക്കടയിലെ തൊഴിലാളികളായ K. ഫറൂദ്, മുഹമ്മദ് നയീം ഖാൻ, മുഹമ്മദ് ഇമ്രാൻ ഖാൻ, മുഹമ്മദ് അലി ഹുസൈൻ, ഖദീജ, മുംതാസ്, മുഹമ്മദ് ആരിഫ് എന്നിവരും 3 കുട്ടികളുമാണ് കസ്റ്റഡിയിലുള്ളത്. മറ്റൊരു കേസിൽ ബംഗ്ലാദേശിലെ ധാക്ക ബഗേർഹട്ട് സ്വദേശികളായ മെലൻ ഖാൻ, ഭാര്യ മുഗൾ ഖണ്ഡൽ എന്നിവരെ നീണ്ടകരയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ദമ്പതികളായ ഇവരുടെ പക്കലും മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഈ ദമ്പതികൾ 10 വർഷത്തോളമായി കേരളത്തിൽ താമസിച്ചു വരികയായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചാലക്കുടിയിൽ 7 വർഷം താമസിച്ച ശേഷമാണ് ഇവർ പിന്നീട് കരുനാഗപ്പള്ളിയിലേക്കും പിന്നീട് 1.5 മാസം മുമ്പ് നീണ്ടകരയിലേക്ക് മാറിയതെന്നുമാണ് റിപ്പോർട്ടുകൾ. തങ്ങളുടെ ദേശീയത മറച്ചുവെച്ച് വീട് വാടകയ്ക്ക് എടുക്കുന്നതിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണെന്ന വ്യാജേനയാണ് ഇവർ ജീവിച്ചിരുന്നതെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ആക്രിക്കടകളിൽ വിറ്റാണ് ഇവർ ജീവിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. 2 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ അധികൃതർ കണ്ടെടുത്തു. ഇവർക്കെതിരെ ഫോറിനേഴ്സ് ആക്ട് പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന അനധികൃത കുടിയേറ്റത്തിനെതിരെ നടക്കുന്ന വ്യാപകമായ നടപടികൾക്കിടയിലാണ് ഈ അറസ്റ്റുകൾ. നേരത്തെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശ് സ്വദേശികളെന്ന് സംശയിക്കുന്ന 10 പേരെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലാലൻ ഹുസൈൻ, റിയാദ് അലി, സുമൻ മൊണ്ടൽ, ഫെദോസ് മൊണ്ടൽ, ജോണി അഹമ്മദ്, രാജീവ് ഹുസൈൻ, അബ്ദുൾ സബാസ്, മിതാൻ അലി, റാഹിൻ അലി, ബുൽബുൽ അഹമ്മദ് എന്നിവരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. ഇവർ ഏകദേശം 1 വർഷത്തോളമായി കേരളത്തിൽ ആക്രി പറക്കുന്ന ജോലി ചെയ്തു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ ഫോണുകളിൽ നിന്നും ബംഗ്ലാദേശ് ദേശീയ തിരിച്ചറിയൽ കാർഡുകളുടെയും ജനന സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പികളും കണ്ടെടുത്തു. ഇവർക്കെതിരെ 1946 ഫോറിനേഴ്സ് ആക്ട്, 1920 പാസ്പോർട്ട് ആക്ട് എന്നിവയിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ ബംഗ്ലാദേശ് സ്വദേശിയായ ഒരാൾ പത്തനംതിട്ടയിൽ 5 വർഷമായി ഒളിച്ചു താമസിച്ചു എന്ന വിവരവും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. ജുവൽ കിങ് എന്ന ബംഗ്ലാദേശിയാണ് പത്തനംതിട്ടയിൽ 5 വർഷത്തോളമായി ഒളിച്ചു ജീവിച്ചത്. കോയിപ്പുറം പഞ്ചായത്തിലെ പൂവത്തൂർക്കുന്നം, നെല്ലിക്കൽ മേഖലകളിലാണ് ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയായി കഴിഞ്ഞത്. അടുത്തിടെ ഇയാൾ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെന്നാണ് പ്രാഥമിക നിഗമനം. നിർമ്മാണ മേഖലയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. അടുത്തിടെ ഇയാളെ ഫോണിൽ ലഭ്യമായിരുന്നില്ല. തുടർന്ന് കരാറുകാരൻ വാട്സപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ബംഗ്ലാദേശ് പതാകയ്ക്കൊപ്പമുള്ള പ്രൊഫൈൽ ശ്രദ്ധിക്കപ്പെട്ടത്. ബംഗ്ലാദേശ് പാർലമെന്റും അവിടുത്തെ ദേശീയ പ്രതീകങ്ങളും ഇതിൽ കാണാം. വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇന്ത്യ വിരുദ്ധ ചിത്രങ്ങൾ ഇയാൾ പതിവായി പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഭൂപടത്തിന് നേരെ AK-47 തോക്ക് ചൂണ്ടി നിൽക്കുന്നതായിരുന്നു ഇയാളുടെ ഒടുവിലത്തെ വാട്സപ്പ് സ്റ്റാറ്റസ്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ ബംഗ്ലാദേശിയാണെന്ന് തിരിച്ചറിഞ്ഞത്. കൊൽക്കത്തയാണ് നാടെന്നായിരുന്നു ഇയാൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ജോലിസ്ഥലത്തും ഇയാൾ അധികം ആരോടും മിണ്ടിയിരുന്നുമില്ല.